ഹരി ഓം. കൃഷ്ണമന്ദിർ സത്സംഗ സമിതി നയിക്കുന്ന ശ്രീമദ് ഭാഗവതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 152ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7ാം അധ്യായം 29ാമത്തെ ശ്ലോകം മുതൽ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്നയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം ഭഗവാൻസ്മി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 7ാം അധ്യായം 29ാമത്തെ ശ്ലോകം മുതൽ നൽകുന്നു. അധ്യായം 7 ശ്ലോകം 29. വർണ്ണാശ്രമ വിഭാഗാംശ്ചാരൂപശീലസ്വഭാവതാം ഋഷീണാം ജന്മകർമാദീയ വേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പഥ പ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം ഭഗവത് സ്മൃതം. ഈ ഒരു 35 ശ്ലോകം വരെ എന്തൊക്കെയാണ് ഇനി ഞങ്ങളോട് പറയേണ്ടത് എന്ന് വിസ്തരിച്ച് ഉപന്യസിക്കുന്നതാണ്. നമുക്ക് അർത്ഥം പറഞ്ഞു വിടാൻ മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 ശ്ലോകം വെച്ച് നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു വിടാം. വർണ്ണാശ്രമ വിഭാഗാംശ, വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും വിഭാഗങ്ങളെ കുറിച്ച് പറയാം. രൂപശീല സ്വഭാവത, രൂപം ശീലം ഇവയുടെ സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്ന വർണ്ണാശ്രമ വിഭാഗങ്ങൾ. ഋഷീണാം ജന്മകർമാദി, ഋഷിമാരുടെ ജന്മങ്ങളും കർമ്മങ്ങളും. വേദസ്യ ച വികർഷണം, വേദത്തിന്റെ വിഭാഗങ്ങളെ കുറിച്ച്. ഇവിടെ വികർഷണം എന്ന വാക്കിന്റെ അർത്ഥം വിഭാഗം എന്നാണ്. വർണ്ണങ്ങളും ആശ്രമങ്ങളും വിസ്തരിച്ച് പറയണം. കാരണം ഓരോ വിഭാഗത്തിലും ജീവിക്കുന്നവരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ഗുണങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, ഇങ്ങനെ വർണ്ണാശ്രമത്തിൻ്റെ വിഭാഗങ്ങളെ വിസ്തരിച്ച് പറയാം. അവയുടെ രൂപങ്ങൾ, അവയുടെ ഒരു അടുക്ക്, ഒരാകൃതികൾ, അവയുടെ ശീലം, അവയുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം വിസ്തരിച്ച് പറയണം. അനേകം ഋഷിമാരുണ്ട്. ആ ഋഷിമാരുടെ ജനനം, അവർ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അവരുടെ വേദങ്ങളെ എങ്ങനെയൊക്കെ വിഭാഗീകരിച്ചിരിക്കുന്നു അതും പറയണം. യജ്ഞസ്യ വിധാനാനി, യജ്ഞത്തിൻ്റെ വിധാനം വിസ്തൃതി, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. യോഗസ്യ പഥ പ്രഭോ, യോഗത്തിൻ്റെ വഴി, പഥ വഴി, പ്രഭോ സംബോധന. നൈഷ്കർമ്മസ്യ സാംഖ്യസ്യാം, അതേപോലെ നൈഷ്കർമ്മ്യമായ സാംഖ്യയോഗത്തെക്കുറിച്ച്, ഫലാകാംക്ഷയില്ലാത്ത സാംഖ്യത്തെക്കുറിച്ച്. അതാണ് നൈഷ്കർമ്മ്യം. അങ്ങനെയുള്ള കർമ്മങ്ങളുടെ സ്വഭാവം. സാംഖ്യ യോഗത്തിൻ്റെ തന്ത്രം ഭഗവത് സ്മൃതം, അതിൻ്റെ ഭഗവാനെ സ്മരിക്കുന്ന തന്ത്രം എന്താണ്? ഭക്തി. ഭഗവത് സ്മൃതം തന്ത്രം എന്നുള്ള ഒറ്റ വാക്കിൻ്റെ അർത്ഥം ഭക്തിയോഗം എന്നാണ്. ഭഗവാനെ സ്മരിക്കുന്ന തന്ത്രം ഭക്തിയാണ്. അപ്പൊ എന്തൊക്കെ വിഷയങ്ങളാണ്? വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, അവയുടെ വിഭാഗങ്ങൾ, ഋഷിമാരുടെ ജന്മകർമ്മങ്ങൾ, വേദത്തിന്റെ സ്വഭാവം, യജ്ഞത്തിന്റെ വിധാനം, അതുപോലെ യോഗത്തിന്റെ വഴികൾ, സാംഖ്യത്തിന്റെ വഴി, നൈഷ്കർമ്മ്യ യോഗത്തെക്കുറിച്ച്, ഭക്തിയോഗത്തെ.
ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പോരാ, പാഖണ്ഡവധ വൈഷമ്യം പ്രതിലോമ നിവേശനം ജീവഭ്യഗതയോ യശ്ച യാവതിർഗുണകർമ്മജ ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്തന്യ വിരോധത വാർത്തായാദണ്ഡനീതേശ്ച സ്വതസ്യ വിധിം പൃഥക്. പാഖണ്ഡപഥ വൈഷമ്യം, പാഖണ്ഡമതത്തിലുള്ള വൈഷമ്യങ്ങളെക്കുറിച്ച്. പാഖണ്ഡമതം വേദവിരോധികളായ ആൾക്കാർ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയാം. അങ്ങനെ വാദമില്ലെങ്കിൽ പോലും അങ്ങനെ വാദം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വ്യവഹാരത്തിന് വേണ്ടി അങ്ങനെ പറയാം. വേദവിരോധികളായ നിരീശ്വരവാദികൾ എന്ന് വിളിക്കുന്നവർ അവർ കൊണ്ടുണ്ടാകുന്ന വൈഷമ്യം, അവരെ കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച്. പാഖണ്ഡ്യപഥ വൈഷമ്യം പ്രതിലോമ നിവേശനം, പ്രതിലോമങ്ങളിലേക്കുള്ള നിവേശം. പ്രതിലോമം എന്നുവെച്ചാൽ അനുലോമം അല്ലാതെ വരുന്ന, അനുലോമം ബ്രാഹ്മൺ ക്ഷത്രിയ വൈശ്യ ശൂദ്രങ്ങൾ എന്നുള്ള വർണ്ണങ്ങൾ. എൻ്റെ പ്രതിലോകം വരുന്നത് ഈ ശൂദ്രവർഗത്തിൽ തന്നെ പിന്നെയും ചണ്ടാലവർഗം എന്നൊരു വർഗം ഉണ്ടാകുന്നുണ്ട്. അവിടെ മുതൽ മുകളിലേക്കുള്ളതിനെ കുറിച്ചും കൂടി പറയണം. അപ്പൊ ശൂദ്രന്മാരിൽ താഴേക്കിടയിലുള്ള ചാണ്ടാലാദികളായിരിക്കുന്നവരുടെ സ്വഭാവത്തെക്കുറിച്ചും കൂടി പറയണം. അവരെങ്ങനെ ഉണ്ടായി എന്ന് പറയണം. പ്രതിലോമ നിവേശനം ജീവഭ്യഗതയോയാശ്ച, ജീവികൾക്ക് ഏതേത് ഗതികളാണ്, സ്വർഗം നരകം എന്നുള്ള 2 ഗതികളുണ്ട്. ആ ഗതികളെക്കുറിച്ച് യാശ്ച യാവതീഹി ഗുണകർമ്മജാഹ, ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സിദ്ധിക്കുന്ന ഗതികൾ. സദ്ഗുണങ്ങൾ സത്കർമ്മങ്ങൾ അതുകൊണ്ട് സിദ്ധിക്കുന്ന സ്വർഗം, ദുർഗുണങ്ങൾ ദുഷ്കർമ്മങ്ങൾ അതുകൊണ്ട് സിദ്ധിക്കുന്ന നരകം. ഈ 2നെക്കുറിച്ചും ജീവഭ്യഗതയോശ്ച യാവതീർ ഗുണകർമ്മജ ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്തന്യ വിരോധത. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പരസ്പരം വിരോധമില്ലാതെ എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും? അവിരോധത, ഒന്ന് മറ്റൊന്നിന് വിരോധമായി തീരരുത്. ധർമ്മം അർത്ഥത്തിന് വിരോധമാവരുത്, അർത്ഥം കാമത്തിന് വിരോധമാവരുത്, കാമം മോക്ഷത്തിന് വിരോധമാവരുത് എന്നിങ്ങനെ അവയുടെ നിമിത്തങ്ങൾ, കാരണം അവിരോധത, വിരോധമുണ്ടാക്കാത്ത ധർമാർത്ഥകാമങ്ങളുടെ നിമിത്തങ്ങളെക്കുറിച്ച് പറയണം. വാർത്തായാദണ്ഡനീതേശ്ച, അതേപോലെ വാർത്ത എന്നുള്ളത് കൃഷിയാദികളായ വ്യാപാരങ്ങളെക്കുറിച്ചാണ്. അതാണ് വാർത്ത എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദണ്ഡനീതി, ശിക്ഷാവിധികൾ. ശ്രുതഫിത വിധിം പൃഥക്, അതേപോലെ മറ്റുള്ള വിധികളെക്കുറിച്ചും പ്രത്യേകം പറയണം. കൃഷിയാദികളായ വ്യാപാരങ്ങൾ എങ്ങനെയൊക്കെ നടത്താൻ പറ്റും എന്ന്, കുറ്റക്കാരെ ശിക്ഷിക്കുവാനുള്ള നിയമങ്ങളെക്കുറിച്ച്, ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്താനി അവിരോധത വാർത്തായാഹ ദണ്ഡനീതിശ്ച ശ്രുതസ്യ പൃഥക് വിധിം ച. ഇവയെക്കുറിച്ചൊക്കെ വേദങ്ങൾ വിധിച്ചിരിക്കുന്ന ശ്രുതി വിധികളെക്കുറിച്ചും കൂടി പറയണം. ശ്രാദ്ധഭ്യജ വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ താം ഗ്രഹനക്ഷത്രതാരാണാം കാലാവയവ സംസ്ഥിതി. ശ്രാദ്ധഭ്യജ വിധിം, ശ്രാദ്ധകർമ്മത്തിന്റെ വിധിയെക്കുറിച്ച് ഹേ ബ്രഹ്മൻ, പിതॄണാം സർഗമേവ താം, പിതൃക്കളുടെ സൃഷ്ടിയെക്കുറിച്ച്. പിതൃദേവന്മാരാണ്, അല്ലാത്ത പിതൃക്കളെ കുറിച്ചല്ല. എങ്ങനെ പിതൃക്കൾ ദേവന്മാരായി പരിണമിച്ച് പിതൃദേവതകളായിട്ട് മാറുന്നു എന്നുള്ള വിധിയെക്കുറിച്ച്. ശ്രാദ്ധഭ്യജ വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ താം ഗ്രഹനക്ഷത്രതാരാണാം കാലാവയവ സംസ്ഥിതി. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ, ചെറിയ നക്ഷത്രങ്ങൾ, അവയുടെ കാല അവയവ സംസ്ഥിതി, ഇതുകൊണ്ട് ഉണ്ടാകുന്ന കാലവിഭാഗങ്ങളുടെ സ്വഭാവം
ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഇവകളെ കൊണ്ടൊക്കെ സംഭവിക്കുന്ന കാലങ്ങളുടെ വിധി, കാലമാറ്റം. അപ്പൊ കാലത്തെക്കുറിച്ച് പറയണം. കാലങ്ങൾ എങ്ങനെയൊക്കെയാണ് കണക്കൂട്ടുന്നത്, അതിന്റെ വിഭാഗത്തെക്കുറിച്ച്. ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്തന്യ വിരോധതാം വാർത്തായാ ദണ്ഡനീതേശ്ചാശ്വതഫ്യ വിധിം പൃഥക് ശ്രാദ്ധഫ്യ വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ ച ഗ്രഹനക്ഷത്രതാരാണാം കാലാവയവ സംസ്ഥിതിം ദാനഫ്യ തപസോ വാപി യശ്ച ഇഷ്ടാവൂർത്തയോ ഫലം പ്രവാസസ്തഫ്യയോ ധർമ്മോ യശ്ച പുംസ ഉതാപതി. ദാനഫ്യ തപസഃ വാപി, ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും മാഹാത്മ്യത്തെക്കുറിച്ച് പറയണം. ദാനത്തിന് മാഹാത്മ്യത്തെക്കുറിച്ച് പറയണം, തപസ്സിന്റെ സമ്പ്രദായത്തെക്കുറിച്ച് പറയണം. അതേപോലെ ഇഷ്ടാപൂർത്തയോഹോ ഫലം, ഇഷ്ടപൂർത്ത എന്ന് രണ്ടെണ്ണങ്ങളുടെ ഫലം. ഇഷ്ടകർമ്മങ്ങൾ യാഗാദികളാണ്. പൂർത്തകർമ്മങ്ങൾ വഴിയുണ്ടാക്കുക, കിണർ കുഴിക്കുക, വഴിയമ്പലങ്ങൾ സ്ഥാപിക്കുക എന്നിങ്ങനെയൊക്കെ ഉള്ളത് പൂർത്തകർമ്മങ്ങളാണ്. ഇവകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഫലം എന്താണ് എന്ന് യശ്ച ഇഷ്ടാപൂർത്തയോഹു ഫലം പ്രവാസസ്തഫ്യയോ ധർമ്മോ യശ്ച പുംസ ഉത ആപദീൻ. പ്രവാസം വെച്ചാൽ സ്വദേശം വിട്ട് സഞ്ചരിക്കുന്നു പോകുന്നവർ. ഇപ്പൊ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്ന വാക്ക് ഭാഗവത്തിൽ ഉപയോഗിച്ച വാക്കാണ്. അങ്ങനെ സ്വദേശം വിട്ട് സഞ്ചരിക്കുന്നവരുടെ ആചാരക്രമങ്ങൾ, അങ്ങനെ സ്വദേശം വിട്ട് മറ്റു ദേശത്ത് താമസിക്കേണ്ടി വന്നാൽ എന്തൊക്കെ ആചാരങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, അവരവർ അനുഷ്ഠിച്ചു കൊണ്ടുവന്നത് ദേശം മാറുമ്പോൾ എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ള ആചാരവിധികളെ കുറിച്ച്. ധർമ്മോ യശ്ച പുംസഃ, മനുഷ്യരുടെ ഉത ആപതി, ആപദ്ധർമ്മങ്ങൾ. ആപത്ത് വരുന്ന സന്ദർഭത്തെ എങ്ങനെയാണ് ധർമാനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. ഇപ്പൊ രോഗം വന്ന് ശയ്യാബാധിതനായി കിടക്കുമ്പോൾ കുളിക്കാൻ പറ്റില്ല, സന്ധ്യാവന്ദനം പറ്റില്ല, നാമജപം പറ്റിയെന്ന് വരില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, യജ്ഞം പറ്റില്ല, യാഗം, ഇതൊക്കെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആപത്ത് വരുന്ന സന്ദർഭത്തിൽ എന്ത് ധർമ്മം ചെയ്ത് നിലനിൽക്കാൻ പറ്റും? ആപദ്ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും ഇഷ്ടയുടെയും പൂർത്തയുടെയും ഫലങ്ങൾ. പ്രവാസിയുടെ ധർമ്മം എന്താണ്? ആപദ്ധർമ്മം എന്താണ്? ഏനവാ ഭഗവാൻ സ്തുഷ്യേത് ധർമ്മയോനർജനാർദ്ദന സംപ്രഫീദിവായേഷാം ഏതദാഖ്യാഹിജാനഖാം. ഏനവാ, യാതൊന്നുകൊണ്ടാകട്ടെ, ഭഗവാൻ തോഷ്യേത്, ഭഗവാൻ തുഷ്യേത്, യാതൊന്നുകൊണ്ടാണോ ഭഗവാൻ സന്തോഷിക്കുന്നത്. തുഷ്യേത് ധർമ്മയോനിഹി ജനാർദ്ദന, ധർമ്മത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായ ജനാർദ്ദനൻ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനായ ഭഗവാൻ എന്ന് തന്നെ ഇവിടെ അർത്ഥം എടുക്കാം. ഏനവാ തുഷ്യേത്, എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. സംപ്രഫീദതി വാ യേഷാം, സംപ്രഫീദതി വാ, എന്തുകൊണ്ടാണ് പ്രസാദിക്കുന്നത്. യേഷാം ഏതത് ആഖ്യാഹിച്ച അനഘ, ഏതത് ഇതെല്ലാം ആഖ്യാഹി പറയൂ, അനഘ പാപമില്ലാത്തവനായ, ഒരു പാപകർമ്മങ്ങളും ചെയ്യാത്തവനായ മഹർഷി, അങ്ങ് ഇത്രയും കാര്യങ്ങൾ നോക്കൂ. ഒരാളുടെ മനസ്സിലും ചിന്തയിലും ഒതുങ്ങാനാവാത്ത വിഷയങ്ങൾ എത്ര എണ്ണങ്ങളാണ്. ഇത്രയും ഓർത്തിരുന്ന് ചോദിക്കണമെങ്കിൽ നല്ല പണ്ഡിതനായിരിക്കാൻ വിതുരർ, അല്ലേ പറ്റില്ല. വിതുരരുടെ പാണ്ഡിത്യമാണ് ഈ ചോദ്യം കൊണ്ട് പ്രകടമാകുന്നത്. എത്ര വിഷയങ്ങളാണ് വിതുരർക്ക്. നമ്മളിതിൽ ഒന്നോ രണ്ടോ ഒക്കെ ഓർത്തിരിക്കും. പിന്നെ ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ, സന്ദർഭം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതറിഞ്ഞാൽ കൊള്ളായിരുന്നു പറയും. അടുക്ക് തെറ്റാതെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട സകല വിഷയങ്ങളെക്കുറിച്ചും ആണ് വിതുരൊരു ചോദ്യം പൂർണ്ണമാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയുമൊക്കെ അറിയുന്നത് കൊണ്ട് ഭഗവാൻ
ഇതിലേതൊക്കെ ചെയ്താലാണോ സന്തോഷിക്കുന്നത് അങ്ങനെയുള്ള സമസ്ത ധർമ്മങ്ങളും വിഷയങ്ങളും എന്നോട് പറഞ്ഞു തരൂ, ഇതിനുള്ള കഴിവ് അങ്ങേക്കുള്ളവനാണല്ലോ എന്ന് നമ്മൾക്കറിയാൻ വേണ്ടി വിതുരൻ മൈത്രേയനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. ദാനശ്യതപസോവാപി യശ്ചേഷ്ടാവൂർത്തയോ ഫലം പ്രവാസസ്തസ്യോ ധർമ്മോ യശ്ചമം സൗതാപദീം യേന വാ ഭഗവാൻ സ്തുഷ്യേത് ധർമ്മയോനർജനാർദ്ദന സംപ്രഫീദതി വാ യേഷാം ഏതദാഖ്യാഹിജാനഖാം. വർണ്ണാശ്രമവിഭാഗാംശ്ച രൂപശീലസ്വഭാവതാം ഋഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പഥപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സംഖ്യസ്യ തന്ത്രം വാ ഭഗവത്സ്മൃതം പാഖണ്ഡപഥവൈഷമ്യം പ്രതിലോമനിവേശനം ജീവസ്യ ഗതയോ യാശ്ചായാവതിർഗുണകർമ്മജാ ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്തന്യവിരോധതാം വാർത്തായാദണ്ഡനീതേശ്ച ശ്രുതസ്യ ച വിധിം പൃഥക് ശ്രാദ്ധസ്യ ച വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ ച ഗ്രഹനക്ഷത്രതാരാണാം കാലാവേവ സംസ്ഥിതിം ദാനസ്യ തപസോ വാപി യശ്ചൈഷ്ടാവൂർത്തയോ ഫലം പ്രവാസസ്തസ്യ യോ ധർമ്മോ യശ്ചവം സൗതാപദീം യേന വാ ഭഗവാൻ സ്തുഷ്യേത് ധർമ്മയോനർജനാർദ്ദന സംപ്രഫീദതി വാ യേഷാം ഏതദാഖ്യാഹിജാനഖാം. അന്വയം 29, 30, 31, 32, 33 അങ്ങനെ എഴുതാനുള്ളൂ. അവസാനത്തെ വരിയിൽ മാത്രമേ ഉള്ളൂ. ഏനവ ധർമ്മയോനിഹി ജനാർദ്ദനഃ ഭഗവൻ തുഷ്യേത് വാ സംപ്രസീദതി യേഷാം ഹേ അനഘ ഏതത് ആഖ്യാഹി ച എന്ന അതിൽ മാത്രമേ ഉള്ളൂ വാനത്തെ വരുത്താൻ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതാനേ ഉള്ളൂ. അപ്പോൾ വർണ്ണവിഭാഗം, ആശ്രമവിഭാഗം, അവയിലുള്ള രൂപം, ശീലം, സ്വഭാവം, ഋഷിമാരുടെ ജന്മം, അവരുടെ കർമ്മങ്ങൾ, വേദത്തിൻ്റെ വിഭാഗം, യജ്ഞത്തിൻ്റെ വിധികളെക്കുറിച്ച്, യോഗത്തിൻ്റെ പഥം മാർഗത്തെക്കുറിച്ച്, നൈഷ്കർമ്മ്യത്തെക്കുറിച്ച്, സാഖ്യയോഗത്തെക്കുറിച്ച്, ഭക്തിയോഗത്തെക്കുറിച്ച്, പാഖണ്ഡന്മാർ ഭൂമിയിലുണ്ടാക്കുന്ന വൈഷമ്യത്തെക്കുറിച്ച്, ചണ്ഡാലാദികളായ ജാതികളുടെ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പത്തിക്ക് കാരണം എന്താണെന്ന്, ജീവന്റെ ഗതികൾ, ഗുണകർമ്മങ്ങൾ അനുസരിച്ചുള്ള ഗതികൾ എന്തൊക്കെയാണ്, ധർമാർത്ഥകാമമോക്ഷങ്ങൾ വിരോധമില്ലാതെ എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും, കൃഷിയെക്കുറിച്ചുള്ള വിശദമായ ഒരറിവ്, ശിക്ഷാവിധികളെക്കുറിച്ച്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വേർതിരിച്ചുള്ള വിധികൾ, ശ്രാദ്ധവിധികൾ വേണം, പിതൃദേവന്മാരുടെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് വേണം, ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും താരങ്ങളെയും കൊണ്ട് കാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും മഹാത്മ്യം, ഇഷ്ടാപൂർത്തികളുടെ ഫലം, പ്രവാസികളുടെ ധർമ്മം എന്താണ് എന്ന്, ആപദ്ധർമ്മം എന്താണെന്ന്, യാതൊന്നുകൊണ്ടാണോ ഭഗവാൻ സന്തോഷിക്കുന്നത്, ധർമ്മയോനിയായ ജനാർദ്ദനായ ഭഗവാൻ സന്തോഷിക്കുന്നതോ, ആ ഭഗവാന്റെ പ്രസാദം ഉണ്ടാകുന്നത്, ഈ കഥകളെല്ലാം ഹേ അനഘ ഞങ്ങളോട് വിസ്തരിച്ചു പറയൂ എന്ന് സുദീർഘമായ ചോദ്യ പഠനങ്ങൾ ഉന്നയിച്ചതാണ്. വായിക്കാൻ വലിയ വിഷമമില്ലാത്ത ശ്ലോകങ്ങളാണ്. നമുക്കത് വിടാം. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ചതുജോത്തമാം അനാപൃഷ്ടം അഭിബ്രൂയുർഗുരവോദീനവത്സലാഹ. അനുവ്രതാനാം ശിഷ്യാണാം ആശ്രയിച്ചു വരുന്ന ശിഷ്യന്മാർക്ക്, അനുവ്രതന്മാർ ആശ്രയിക്കുന്നവരായ ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ഹേ ദ്വിജോത്തമ സംബോധനയാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠ, അനാപൃഷ്ടം അപി ചോദിക്കപ്പെട്ടില്ലെങ്കിലും ബ്രൂയു പറയുന്നു, ഗുരവഹ ഗുരുക്കൾ ദീനവത്സലാഹ. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയോട് ഇനിയും ഞാൻ ധാരാളം പറയേണ്ട ആവശ്യമില്ല. കാരണം പുത്രന്മാരോടും ശിഷ്യന്മാരോടും വാത്സല്യമുള്ളവരാണ് ഗുരുക്കന്മാരും പിതാക്കന്മാരും. അവർക്കറിയാത്ത ഒരു കാര്യമില്ല.
മാതാപിതാക്കൾക്ക് പുത്രന്മാരെ കുറിച്ച് നന്നായിട്ടറിയാം. ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ കുറിച്ചും നന്നായിട്ടും അറിയാം. അതുകൊണ്ട് അവർ ചോദിക്കാതെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് മാതാപിതാക്കളും ഗുരുക്കന്മാരും. മാതാപിതാക്കൾ പുത്രന്മാർ ആവശ്യപ്പെട്ടിട്ടല്ല അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. ഇവർക്കറിയാം എന്തൊക്കെയാണ് വേണ്ടത്. അതുപോലാണ് ഗുരുക്കന്മാർ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടിട്ടല്ല അവർക്ക് വേണ്ട വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങിത് പറഞ്ഞു തരും എന്നെനിക്ക് നല്ല ഉറപ്പാണ്. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ജദ്യോത്തമാം അനാവൃഷ്ടമബ്രൂയുർ പുരവോദീന വത്സലാഹം. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ഹേ ദ്വിജോത്തമാം ദീനവത്സലാഹ ഗുരവഃ അനാപൃഷ്ടം ബ്രൂയുർ. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ദ്വിജോത്തമാം അനാവൃഷ്ടമഭിബ്രൂയുർ ഗുരവോ ദീനവത്സലാഹം. തത്വാനാം ഭഗവംസ്തേഷാം കഥിതാ പ്രതിസംക്രമാം തത്രേമങ്ക ഉപാഫീരൻ അനുഷേരതേ. തത്വാനാം തത്വങ്ങളുടെ, ഹേ ഭഗവൻ സംബോധനയാണ്, തേഷാം അവകളുടെ, കഥിത പ്രതിസംക്രമ, കഥിത എത്ര വിധത്തിലാണ്, അവയുടെ ലയം, പ്രതിസംക്രമം ലയം. ഈ തത്വങ്ങളൊക്കെ പഞ്ചഭൂതങ്ങൾ അവയുടെ തത്വങ്ങൾ എങ്ങനെ ഇതിലേക്ക് ലയിക്കുന്നു എന്നും ഇനിയും പറയാം. തത്ര ഇമം കഹ് ഉപാസീരൻ, അവിടെ അതിൽ കെ ആരെല്ലാം, കെ ആരെയൊക്കെ ഉപാസീരൻ ഉപാസിക്കേണ്ടതാണ്, സ്വിത് അനുഷേരത്തെ അല്ലെങ്കിൽ ഭഗവാനോട് കൂടെ ആരൊക്കെയാണ് ലയത്തിൽ പ്രാപിക്കുന്നത്, യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നവരിൽ ആരൊക്കെയാണ് ഭഗവാന്റെ കൂടെ ചേർന്ന് ലയിക്കുന്നത്, ആരൊക്കെയാണ് ഭഗവാനെ ഉപാസിക്കുന്നത്, ഇതും ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊള്ളാം. തത്വാനാം ഭഗവംസ്തേഷാം കഥിതാ പ്രതിസംക്രമാം തത്രേമങ്ക ഉപാസീരൻ ഉഫ്വിദനുഷേരതേ. ഹേ ഭഗവൻ, തത്വാനാം തേഷാം പ്രതിസംക്രമഃ കഥിത, തത്ര കേ ഇമം ഉപാസീരൻ കേ ഉഫ്വിദ് അനുഷേരതേ. തത്വാനാം ഭഗവംസ്തേഷാം കഥിതാ പ്രതിസംക്രമാം തത്രേമങ്ക ഉപാസീരൻ ഉഫ്വിദനുഷേരതേ. തത്വാനാം ഭഗവംസ്തേഷാം കഥിതാ പ്രതിസംക്രമാ തത്രേമങ്ക ഉപാസീരൻ ഉഫ്വിദനുഷേരതേ. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാവരസ്യതാം ജ്ഞാനം ച നൈഗമം യത്തൽ ഗുരുശിഷ്യപ്രയോജനം. പുരുഷസ്യ ച സംസ്ഥാനം, പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ ജീവനാണ്. ജീവന്മാരുടെ സ്വരൂപം എന്താണ്? സംസ്ഥാനം സ്വരൂപം, അവരുടെ ഇരിപ്പ് എവിടെയാണ്, അവരുടെ സ്വരൂപം എന്താണ്? പരസ്യ വാച, ഈശ്വരന്റെ, ഇവിടെ പരൻ ഈശ്വരനാണ്. ജീവന്റെ സ്ഥിതി എവിടെ, എങ്ങനെ? പരമനായ ഈശ്വരന്റെ സ്ഥിതി എവിടെ, എങ്ങനെ? ജ്ഞാനഞ്ച നൈഗമം യത്തത്, നൈഗമം യത് ജ്ഞാനം, വേദത്തിൽ നിന്നുമുണ്ടാകുന്ന യാതൊരറിവാണോ അതും ഗുരുശിഷ്യ പ്രയോജനം, ഗുരുശിഷ്യന്മാർക്ക് പ്രയോജനമുണ്ടാക്കുന്ന വേദോക്തങ്ങളായ ജ്ഞാനത്തെക്കുറിച്ചും ഉപദേശിക്കണം. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാവരക്ഷിതാം ജ്ഞാനം ച നൈഗമം യത്തൽ ഗുരുശിഷ്യ പ്രയോജനം. പുരുഷസ്യ സംസ്ഥാനം പരസ്യ സ്വരൂപം വാ ഗുരുശിഷ്യ പ്രയോജനം നൈഗമം ജ്ഞാനം ച യത്. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യതാം ജ്ഞാനം ച നൈഗമം യത്തൽ ഗുരുശിഷ്യ പ്രയോജനം. നിമിത്താനി ചതസ്യേഹ പ്രോക്തന്യനഖഭൂരിഭിः കുതോ ജ്ഞാനം കുതഃ പുംസം ഭക്തിർവൈരാഗ്യമേവ വാം. ഏതാന്മേ പൃച്ഛത പ്രശ്നൻ ഹരേ കർമ്മവിവിധയാ ബ്രൂഹി മേ അജ്ഞസ്യ മിത്രത്വാദ് അജയാ നഷ്ടചക്ഷുഷാ. നിമിത്താനി ചതസ്യ ഇഹ, അതിൻ്റെ ആ അറിവിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന്
എന്തൊക്കെ കൊണ്ട് അറിയാൻ പറ്റും എന്ന് ഇഹ പ്രോക്താനി അനഘ പൂരിഭി. ഈ അനഘ, അഖമില്ലാത്തവനെ, ദോഷരഹിതനായ ഭഗവൻ ആ അറിവിനെ പൂരിഭിഹി വിദ്വാൻമാരാൽ പ്രോക്താനി പറയപ്പെട്ടുള്ള നിമിത്തങ്ങൾ, കാരണങ്ങൾ, വേദത്തിൽ നിന്നും കിട്ടേണ്ട അറിവിനെ വിദ്വാൻമാർ എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? കുതോ ജ്ഞാനം കുതഃ പുംസാം. ജനങ്ങൾക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള സ്വതസിദ്ധമായ അറിവ് എവിടുന്നുണ്ടാകുന്നു? കുതോ ജ്ഞാനം കുതഃ പുംസാം ഭക്തിർവൈരാഗ്യമേവ ച. അതേപോലെ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും, ഇത് മൂന്നും ജനങ്ങൾക്ക് എവിടുന്നുണ്ടാകും? ഏതാൻമേ പൃച്ഛത പ്രശ്ന. ഏതാൻ പ്രശ്നാൻ, ഈ പ്രശ്നങ്ങളെ പൃച്ഛതഹമേ ചോദിക്കുന്ന എന്നോട്. ഹരേ കർമ്മ വിവിത്സയാം. ഹരിയുടെ കർമ്മ അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട്, വിവിത്സയ ഹരേ കർമ്മ, ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്ന എന്നോട് ബ്രൂഹിമേ, ബ്രൂഹി പറയൂ. അജ്ഞസ്യ, അജ്ഞനായ എനിക്ക് മിത്രത്വാത് അജയാ നഷ്ടചക്ഷുഷ. മിത്രത്വാത് അജയ, മായയുടെ മിത്രമായിരിക്കുന്നത് കൊണ്ട്, നഷ്ടചക്ഷുഷ, കണ്ണു വേർപെട്ടവനായ, ശരിക്ക് കാണാൻ പറ്റാത്തവനായ, വേണ്ട വിധത്തിലുള്ള അറിവ് കിട്ടാത്തവനായ എനിക്ക്, ആ മായാശക്തി കൊണ്ട് തത്വജ്ഞാനം അറിഞ്ഞിരിക്കുന്ന എനിക്ക്, അങ്ങ് തന്നെ അജ്ഞനായി എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരും. നിമിത്താനി ചതസ്യേഹാപ്രോക്തന്യനഘഭൂരിഭീം സ്വതോ ജ്ഞാനം കുതഃ പുംസം ഭക്തിർവൈരാഗ്യമേവ വാം. ഏതന്മേ പൃച്ഛത പ്രശ്നൻ ഹരേ കർമ്മ വിവിത്സയാം. ബ്രൂഹിമേ അജ്ഞസ്യ മിത്രത്വാത് അജയാ നഷ്ടചക്ഷുഷ. ഹേ അനഘ, തസ്യ സൂരിഭിഃ പ്രോക്താനി നിമിത്താനി പുംസാം സ്വതഃ ജ്ഞാനം ഭക്തിഃ വൈരാഗ്യം ഏവ വാ. കുതഃ ഹരേഃ കർമ്മ വിവിത്സയാം ഏതാൻ പ്രശ്നാൻ പൃച്ഛതഃ അജയ നഷ്ടചക്ഷുഷഃ അജ്ഞസ്യ മേ മിത്രത്വാത് ബ്രൂഹി. നിമിത്താനി ച തസ്യേഹ പ്രോക്തന്യനഘഭൂരിഭിഃ സ്വതോ ജ്ഞാനം കുതഃ പുംസം ഭക്തിർവൈരാഗ്യമേവ വാം. ഏതന്മേ പൃച്ഛത പ്രശ്നൻ ഹരേ കർമ്മ വിവിത്സയാം. ബ്രൂഹിമേ അജ്ഞസ്യ മിത്രത്വാദജാ നഷ്ടചക്ഷുഷഃ. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ചാനഘാം. ജീവ അഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി. സർവേ വേദാഃ, എല്ലാ വേദങ്ങളും, യജ്ഞാഃ ച, യജ്ഞങ്ങളും, തപോദാനാനി ച, തപസ്സുകളും ദാനങ്ങളും, ഹേ അനഘ സംബോധനയാണ്. ജീവാഭയപ്രദാനസ്യാം, ജീവന് അഭയത്തെ നൽകുന്ന യജ്ഞങ്ങളും വേദങ്ങളും തപസ്സുകളും ദാനങ്ങളും എല്ലാം. ജീവ അഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി. കലാമപി, അതൊരംശമാണെങ്കിൽ പോലും ന കുർവീരൻ ചെയ്യാതിരിക്കില്ല. ജീവന് അഭയം ചെയ്യാതിരിക്കില്ല. ന കുർവീരൻ ചെയ്യാതിരിക്കില്ല. കലാമപി, അതിന്റെ ലേശം പോലും. അപ്പൊ വേദം ലേശം അറിഞ്ഞാലും മതി, യജ്ഞം അല്പം ചെയ്താലും മതി, തപസ് കുറച്ച് ചെയ്താലും മതി, ദാനം കുറച്ച് ചെയ്താലും മതി. അതാണ്, അല്പമെങ്കിലും അത് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവയെക്കുറിച്ച് സ്വല്പമെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരൂ. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ചാനഘാം. ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി. സർവേ വേദാഃ ച യജ്ഞാഃ ച തപോദാനാനി ച ഹേ അനഘ ജീവാഭയപ്രദാനസ്യ കലാമപി ന കുർവീരൻ. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ചാനഘാം. ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി.
സർവേ വേദാശ്ച യജ്ഞാശ്ചാതപോദാനാനി ജാനകാം ജീവാഭയപ്രദാനസ്യ നഗോർജീവൻ കലാമപി ശ്രീശുകുവാച. ഇത്രയും ചോദിച്ച് വിതുരൻ ഉപസംഹരിച്ചപ്പോൾ ശുകൻ കയറി പറയുകയാണ്, ധമാപൃഷ്ടപുരാണകൽപ്പക്കുരുപ്രധാനേന മുനിപ്രധാനാം പ്രവൃദ്ധഹർഷോ ഭഗവത്കഥായാം സംയോജിതസ്ഥം പ്രഹസന്നിവാഹം. അവൻ വിതുരർ യുദ്ധം ആപൃഷ്ടപുരാണകൽപ്പ, യുദ്ധം ഇപ്രകാരം ആപൃഷ്ടപുരാണകൽപ്പ, ചോദിക്കപ്പെട്ട പുരാണസാരത്തോടു കൂടിയവൻ, പുരാണമാകുന്ന കൽപ്പത്തോടു കൂടിയവൻ, കുരുപ്രധാനേന, കുരുക്കന്മാരിൽ വെച്ച് പ്രധാനിയായ ആ വിതുരരെ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ മുനിപ്രധാന, മുനിമാരിൽ വെച്ച് പ്രധാനിയായ മൈത്രേയൻ പ്രവൃദ്ധഹർഷോ, വലിയ സന്തോഷമായി. ഒരു ഗുരുവിന്റെ മഹാത്മ്യം എവിടെയാണ്? ഇത്രയും ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിക്കുമ്പോൾ ഗുരു പറയും, അവിടെ നിൽക്ക്, ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ ഉറച്ചിരിക്കില്ല, ഓരോന്ന് ചോദിക്കൂ, കുറേശ്ശെ പറഞ്ഞു തരാം, ഇതെല്ലാം കൂടെ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രവൃദ്ധഹർഷ, സന്തോഷം വർദ്ധിച്ചു വന്നു. എന്തിൽ? ഭഗവത് കഥായാം. എന്താ പറയാൻ പോകുന്നത്? ഭഗവാന്റെ കഥകളാണ് പറയാൻ പോകുന്നത്. ചോദിച്ചത് മുഴുവനും അതാണ്. അതുകൊണ്ട് സംചോദിതസ്തം, ആ ഭഗവത് കഥയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഉത്തരം പറയാൻ പ്രചോദിതനായ ആ മൈത്രേയ മഹർഷി തം, അവനോട്, വിതുരനോട്, പ്രഹസൻ ഇവ ആഹാം, ഒന്ന് മന്ദഹസിച്ചുകൊണ്ട്. കാരണം ഉത്തരം വളരെ ലഘുവാണ്, അതുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരിയാണ്. ഉത്തരം ഉള്ളിലില്ലെങ്കിൽ പുഞ്ചിരിക്കാൻ പറ്റില്ല, ദേഷ്യമാണ് വരിക. ഇത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടുകൂടി, ഗുരുക്കന്മാരിൽ വെച്ച് പ്രധാനിയാണ് വിതുരർ, പുരാണത്തിൽ നിന്ന് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നവനായ മുനിശ്രേഷ്ഠമായ മൈത്രേയനോടാണ് ഈ സകല ചോദ്യവും ചോദിച്ചത്. ഇതൊക്കെ ഭഗവത് കഥയാണ് എന്നുള്ളത് കൊണ്ട് അതൊന്ന് പറയാൻ അവസരം നോക്കിയിരുന്ന ആ മുനിശ്രേഷ്ഠൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. ശ്രീശുകൗവാച ഫൈദ്ധമാപൃഷ്ടപുരാണകൽപ്പ കുരുപ്രധാനേന മുനിപ്രധാനാം പ്രവൃദ്ധഹർഷോ ഭഗവത്കഥായാം സംയോജിതസ്തം പ്രഹസന്നിവാഹാം. ഫൈദ്ധമാപൃഷ്ടപുരാണകൽപ്പ കുരുപ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധഹർഷോ ഭഗവത്കഥായാം സംയോജിതസ്തം പ്രഹസന്നിവാഹാം. കുരുപ്രധാനേന യുദ്ധം ആപൃഷ്ടപുരാണകൽപ്പ മുനിപ്രധാനഃ സഹ ഭഗവത്കഥായാം സംചോദിതഃ പ്രവൃദ്ധഹർഷഃ പ്രഹസൻ ഇവ തം ആഹ. ഫൈദ്ധമാപൃഷ്ടപുരാണകൽപ്പക്കുരുപ്രധാനേന മുനിപ്രധാനം പ്രവൃദ്ധഹർഷോ ഭഗവത്കഥായാം സംയോജിതസ്തം പ്രഹസന്നിവാഹാം. അങ്ങനെ 3-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് കടക്കുന്നില്ല. എനിക്ക് ഇത് നേരത്തെ ക്ലാസ് ഒന്ന് കിട്ടുവാൻ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അല്പം മുമ്പ് ക്ലാസ് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ അധ്യായം ഇവിടെ തീർന്നു, നമുക്കൊരു സന്ദർഭമായി. ഇനിയും 8-ാം അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആർക്കെങ്കിലും ആവശ്യം വേണ്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞങ്ങൾ പ്രശ്നം